തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രൊമോഷൻ ഉത്തരവ്. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് എന്നിവർക്കാണ് അടിയന്തര പ്രൊമോഷൻ ട്രാൻസ്ഫർ ഉത്തരവ് ഇറക്കിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഉത്തരവെന്ന് ഡിജിറ്റൽ ഒപ്പിൽ വ്യക്തമാണ്. എം മനോജാണ് വിവരങ്ങളുമായി ചേരുന്നത്. മനോജ്, ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രൊമോഷനുകൾ, ട്രാൻസ്ഫറുകൾ, വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഇതൊക്കെ ചെയ്യരുത് എന്നത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ് തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതൊന്നും അറിയാത്തവരല്ല. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ വോട്ട് എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കമാണെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റു വിശദാംശങ്ങൾ പറയും. ഗൗതം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ സാധാരണയായി ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നിയന്ത്രണമുണ്ട്. പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. ആ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും ഉണ്ടായി. എന്നാൽ അതിന് പിന്നാലെ തന്നെയാണ് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ, അതായത് ഈ ഉത്തരവ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാർക്കും ടീച്ചേഴ്സിനുമുള്ള പ്രൊമോഷനും അതോടൊപ്പം തന്നെ സ്ഥലം മാറ്റ ഉത്തരവും കൂടെയാണ്. എന്തായാലും ഈ ഉത്തരവിൽ 77 ടീച്ചേഴ്സിനും അതോടൊപ്പം തന്നെ 36 പ്രിൻസിപ്പൽമാർക്കുമുള്ള ഒരു സ്ഥലം മാറ്റ നടപടി, അതോടൊപ്പം തന്നെ പ്രൊമോഷൻ എന്നിവയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ കൃത്യമായും സമയം നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഏറ്റവും ഒടുവിലായാണ് ഇതിൻ്റെ ഒപ്പ് വരുന്നത്. അതിൽ ഡിജിറ്റൽ ഒപ്പിൽ സാജിദ എസ്, ഡേറ്റ് വരുന്നത് കഴിഞ്ഞ ദിവസത്തെ ഡേറ്റാണ്. സമയം വരുന്നത് 17:16 അതായത് 5 മണി 16 മിനിറ്റ് 21 സെക്കൻഡ് എന്നുള്ളതാണ് കൃത്യമായും ഇതിൽ സമയം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകും എത്ര മണിക്കാണ് ഈ ഒരു ഓർഡർ റിലീസ് ചെയ്തിട്ടുള്ളതെന്ന്. സ്വാഭാവികമായും ഹയർ സെക്കൻഡറി പോർട്ടലിലാണ് ഇത് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷമാണിത് ഓരോ ഇടങ്ങളിലായി ലഭിക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച്, അതായത് സാധാരണ സർക്കാർ വകുപ്പുകളോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ പോലും ഇത്തരത്തിലൊരു ഇടപെടൽ നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നാലുള്ള ഒരു നിയന്ത്രണമുള്ളത്. അത് കൃത്യമായും അറിയാവുന്നവരാണ് എല്ലാ വകുപ്പുകളും. പക്ഷേ ഇങ്ങനെ ഒരു ഉത്തരവ് വരാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ അത് ഉത്തരവ് ഇറങ്ങണമായിരുന്നു. പക്ഷേ പ്രഖ്യാപനത്തിന് ശേഷം വന്നിട്ടുള്ള ഈ ഉത്തരവ് നിലനിൽക്കുമോ എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവുകളോ അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് വിരുദ്ധമാണ്. എന്തായാലും ഇത്രയധികം അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഉത്തരവ്, അതിനു പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉദ്ദേശമുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ എല്ലാം ഒരുക്കത്തിലാണ് എല്ലായിടങ്ങളിലും. പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ് കൂടെ ഇറങ്ങിയിരിക്കുന്നത്. അത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വിചിത്രമായി തോന്നിയിട്ടുണ്ട്. കാരണം നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാക്കണം. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പാണ് ഇത്തരത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം പ്രൊമോഷൻ ഉൾപ്പെടുന്ന ചില ഉത്തരവുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്ന കാര്യത്തിൽ സംശയമില്ല. എം മനോജാണ് വിവരങ്ങളുമായി ചേർന്നത്.